നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വഞ്ചന എന്ന് പറയുന്നത് എങ്ങും എത്താത്ത ഒരു കുറുക്കു വഴിയാണ്. കള്ളം കൊണ്ട് കൊട്ടാരം പണിയുന്നവരുമുണ്ട്, ചതി കൊണ്ട് സന്തോഷം തീർക്കുന്നവരുമുണ്ട്. ഒരു ചതിയും അധികകാലം വേരൂന്നിയ ചരിത്രമില്ല. ചതിച്ചവർ ആദ്യം ചിരിക്കും, പിന്നീട് കരയും. ശബരിമലയിൽ അരങ്ങേറിയ ചതിയും സ്വർണ്ണക്കൊള്ളയും വിവാദപരമായ പാരഡി ഗാനവും ആ ഗാനത്തിന്റെ അലയടികളേറ്റ് ചിലർക്കുണ്ടായ മാനസിക വിഭ്രാന്തികളും തുറന്നു കാണിക്കുന്നതാകട്ടെ ഈ എപ്പിസോഡ്. മരുതമലൈ മാമുനിയേ മുരുകയ്യാ, தேவரின் குலங்காக்கும் வேலையா, മരുതമലൈ മാമുനിയേ മുരുകയ്യാ. അതിപ്രശസ്തമായ ഒരു ഭക്തിഗാനമാണിത്. മുരുകനെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭക്തിഗാനം. കണ്ണദാസന്റെ വരികൾക്ക് കുന്നംകുടി വൈദ്യനാഥന്റെ സംഗീതത്തിൽ മധുരൈ സോമു പാടിയ ഭക്തിഗാനമാണിത്. വലിയ മുരുക ഭക്തനായിരുന്ന ചിന്നപ്പ തേവരുടെ തേവരിൻ ദൈവം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ പാട്ടിലെ വരികൾ മൂളാത്ത ഒരു മുരുക ഭക്തരും ഉണ്ടാകില്ല. തമിഴ്നാട്ടിൽ മാത്രമല്ല, എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഗാനമാണിത്. ഈ ഭക്തിഗാനത്തെ പാരഡി ഗാനങ്ങളുടെ കുലപതിയായ വി ഡി രാജപ്പൻ തന്റെ ഹാസ്യ കഥാപ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് ഒരു അവതരണ ഭക്തിഗാനമായി പാടുന്നുണ്ട്. കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ, എല്ലുവലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ എന്ന് തുടങ്ങി കപ്പയ്ക്കിടവഴി കമുകിന്നിടവഴി ഓടുമേ ഞാൻ ചാടുവേ, ഒറ്റ കുതിപ്പിന് വേലികളൊക്കെ ചാടുവേ ഞാൻ ചാടുമേ. ഈ ഭക്തിഗാന പാരഡി കേരളത്തിലെ ഒട്ടുമിക്ക അമ്പലപ്പറമ്പുകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരിക്കൽ പോലും ആരും മുരുകഭക്തി ഗാനം വികൃതമാക്കി പാടി എന്ന് പറഞ്ഞ് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. മുരുകഭക്തരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് നാളിതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. അതുപോലെ തന്നെ പ്രശസ്ത ഗായകൻ വീരമണി രാജു പാടിയ ഒരു അയ്യപ്പ ഭക്തി ഗാനമുണ്ട്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തേ സാമിയേ അയ്യപ്പോ അയ്യപ്പോ സാമിയേ. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ നെഞ്ചിലേറ്റിയ ഒരു അയ്യപ്പ ഭക്തിഗാനമാണിത്. വൃശ്ചിക മാസത്തിലെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഈ ഗാനം എവിടെയും മുഴങ്ങിക്കേക്കാറുണ്ട്. കൈരളി ചാനലിൽ ഒരിക്കൽ കലാഭവൻ മണിയും നാദർഷായും ചേർന്ന് ഈ ഗാനത്തിന്റെ പാരഡി ഗാനം പാടുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. അതിപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. ലീഡർ കെ കരുണാകരന്റെ വേഗതയേറിയ കാർ യാത്രയെ പരിഹസിച്ചുകൊണ്ട് പാടിയതാണെന്ന് പറയപ്പെടുന്നു. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം, മന്ത്രിയേ പയ്യപ്പോ കാറിൽ കയറി പയ്യപ്പോ. കലാഭവൻ മണിയും ഈ പാട്ട് പല അമ്പലപ്പറമ്പുകളിലും പാടിയിട്ടുണ്ട്, സ്റ്റേജ് ഷോകളിലും പാടിയിട്ടുണ്ട്. അന്നൊന്നും ഒരു അയ്യപ്പ ഭക്തരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുമില്ല. അതുപോലെ തന്നെ പല സൂപ്പർ ഹിറ്റ് സിനിമാ ഗാനങ്ങളും ഈണത്തിലും ആലാപന ശൈലിയിലും പല മതങ്ങളുടെയും ഭക്തിഗാനങ്ങളായിട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. പ്രശസ്തമായ ഗാനങ്ങളുടെ ഈണവും ശൈലിയും ആരനുകരിച്ചാലും അതിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ഗാനം രചിച്ചവർ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നുള്ളത്. 2019 ലോക്സഭാ ഇലക്ഷന് BJP നേതാവായ കെ സുരേന്ദ്രന് വേണ്ടി ഈ ഭക്തിഗാനത്തിന്റെ പാരഡി ഗാനം BJP-ക്കാരും ഇറക്കിയിട്ടുണ്ട്. ഉള്ളിൽ തട്ടി പറയുകയാ ഞാൻ, പൊള്ളും നെഞ്ചം പാടുന്നു മെല്ലെ, താമര ഒരു കയ്യൊപ്പ, നീതി വരണം കയ്യൊപ്പ് തരണം എന്ന് തുടങ്ങുന്ന ഭക്തിഗാന പാരഡി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെങ്ങും അന്ന് അലയടിച്ചിരുന്നു. അയ്യപ്പ ഭക്തരുടെ പ്രധാന താവളമായ പത്തനംതിട്ടയിൽ ഈ പാട്ട് പാടിയിട്ട് ഭക്തജനങ്ങൾ ആരും തന്നെ മനോവേദന തോന്നിയതായി പരാതി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ SNDP-യുടെ നേതാവായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കളിയാക്കിക്കൊണ്ട് ഭക്തിഗാന ഈണത്തിൽ ഒരു പാരഡി ഗാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളാപ്പള്ളി നടേശ ദൈവമേ, ഞങ്ങളെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ, കണ്ണൊന്നും പോകാതെ കാക്കണേ, ഞങ്ങളെ വാളൊന്നും വെക്കാതെ നോക്കണേ. ഈ ഗാനത്തിനും ഒരു ഭക്തിഗാനത്തിന്റെ ഈണമാണ്. ഇത് തൊഴുതുകൊണ്ട് പാടുന്നത് നമുക്ക് യൂട്യൂബിൽ കാണാവുന്നതുമാണ്. ഈ ഗാനം എല്ലാവരും പാടി തരംഗമാക്കിയപ്പോൾ അദ്ദേഹം ഇത് എൻജോയ് ചെയ്ത് കളയുകയാണ് ഉണ്ടായത്. അല്ലാതെ പാട്ടിന്റെ തായ് പേരും അന്വേഷിച്ച് കേസും കൂട്ടവുമായിട്ടൊന്നും പോയിട്ടുമില്ല. കേരളത്തിലെ കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഗീത
സംഗതിയായിരുന്നല്ലോ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള. അയ്യപ്പന്റെ മുതൽ മോഷ്ടിക്കുക എന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. അവിടെ ഭക്തരുടെ രക്ഷക്കായി എത്തിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. എംജിആറിന്റെ തിരിടാതെ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഓർമ്മ വരുന്നത്. തിട്ടം പോട്ട് തിരിടറ കൂട്ടം തിരിടിക്കൊണ്ടേ ഇരിക്കുത്, അത് ചട്ടം പോട്ട് തടുക്കട കൂട്ടം തടുത്തുകൊണ്ടേ ഇരിക്കുത്. അതായത് അറിഞ്ഞുകൊണ്ട് തീരുമാനിച്ചുറച്ചുള്ള മോഷണം മോഷ്ടാക്കൾ നടത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് തടുക്കേണ്ട നിയമപാലകർ അത് തടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ തിരുടന്മാരുടെ തിട്ടം പോട്ടുള്ള മോഷണത്തെ ചട്ടം കൊണ്ട് തടുക്കുകയാണ്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയം തകർന്ന് അവർ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സമയത്താണ് അയ്യപ്പ ഭക്തിഗാനത്തിന്റെ രൂപത്തിൽ ഒരു പ്രതിഷേധ പാരഡി ഗാനം പൊന്തി വന്നത്. ആ പാട്ടിന്റെ ഉള്ളടക്കത്തിലെ സത്യം തിരിച്ചറിഞ്ഞ ആബാലവൃദ്ധം ഭക്തജനങ്ങളും ആ പാട്ട് ഏറ്റുപാടി. കേരളം മുഴുവൻ തരംഗമായി മാറി. ആ പാട്ട് ഏറ്റുപാടാത്ത ഒരു ഭക്തരും ഉണ്ടാകില്ല. അങ്ങ് ഡൽഹിയിൽ പാർലമെന്റിന്റെ മുന്നിൽ പോലും ആ പാട്ടിന്റെ അലയടികൾ ഉയർന്നു പൊങ്ങി. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോകം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. സത്യം പേറുന്ന ഈ വരികൾക്കൊപ്പം മുൻപ് മണ്ഡലകാലത്ത് അരങ്ങേറിയ ആചാര ലംഘനത്തെയും ഈ പാട്ടിൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി, അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വേളയിൽ ഭരണകക്ഷി ഒഴികെ ബാക്കി എല്ലാ കക്ഷികളും ശക്തമായ പ്രചരണായുധമാക്കി ഈ പാട്ട്. ഈ പാട്ട് സാധാരണക്കാരായ ഭക്തരെ ഇരുത്തി ചിന്തിപ്പിച്ചു. പക്ഷേ അവർ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ചില്ല, വോട്ടുകൾ കൊണ്ട് തിരിച്ചടികൾ നൽകി. അതിന്റെ തിക്തഫലമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയ ദയനീയ പരാജയം. പ്രവാസിയായ ചാലപ്പുറം അബ്ദുള്ളയുടെ തൂലികത്തുമ്പിൽ നിന്നും പിറവി കൊണ്ടതാണ് ഈ പാരഡി ഗാനം. സത്യത്തിൽ ഈ ഗാനം അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി എഴുതിയ ഗാനമല്ല. ഇത് പാടിയിരിക്കുന്നത് സൗണ്ട് എഞ്ചിനീയറായ മുഹമ്മദ് ഡാനിഷാണ്. ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പാടിയ പാട്ടല്ല, ഇത് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി പാടിയ പാട്ടാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ പാട്ട് തരംഗമായതോടുകൂടി അവർക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു. എന്നാൽ അവർക്ക് നേരെ ഇപ്പോൾ ഭരണകൂടം മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു പറയുന്നത് പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ല എന്നാണ്. BJPയും ആ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണം കട്ടതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന വരികൾ സഖാക്കളുടെ ചങ്കിൽ തറച്ചതാണ്. ഇപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. CPM പരാതിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്ന് പറയുന്നു. എന്നാൽ AICCയുടെ വർക്കിംഗ് സെക്രട്ടറി KC വേണുഗോപാൽ ഗാനരചയിതാവിനെ വിളിച്ച് അഭിനന്ദനവും പിന്തുണയും അറിയിച്ചു. ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ചലച്ചിത്രമേളയിലെ സിനിമാ വിലക്കിനെതിരെ പ്രസ്താവന ഇറക്കിയ മുഖ്യമന്ത്രി 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുപ്പിച്ചത് കേരളത്തിന് അപമാനമാണ്. പാട്ടിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ UDF നിയമപരമായും രാഷ്ട്രീയപരമായും സംരക്ഷിക്കും. പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകനായ MR അഭിലാഷ് പറയുന്നു, മല കയറുമ്പോൾ പുലിയെ കണ്ടാലും ആനയെ കണ്ടാലും കള്ളന്മാരെ കണ്ടാലും അയ്യപ്പനെ വിളിച്ച് പറയുകയും പാടുകയും ചെയ്യുന്നതാണ് ശബരിമലയുടെ ആരാധനാ സംസ്കാരം. ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ളയാകട്ടെ ഈ പാട്ടിന്റെ രണ്ടാം ഭാഗം എഴുതുന്ന തിരക്കിലാണ്. ഇവിടെ പാട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തിയതല്ല പ്രശ്നം, ഭരണപക്ഷത്തെ സഖാക്കളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയതാണ് പ്രശ്നം. കാരണം രാജാവ് നഗ്നനാണെന്ന സത്യം പാട്ടിലൂടെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ്. അസംബ്ലി ഇലക്ഷന് മുമ്പ് പുറത്തിറങ്ങാൻ പോകുന്ന ഈ പാട്ടിന്റെ രണ്ടാം ഭാഗം ഭരണപക്ഷത്തിന്റെ സമ്പൂർണ്ണ പതനത്തിന് വഴിവെക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശാസ്താവിന്റെ ശാപവും കോപവും ഈ സഖാക്കൾക്ക് മേൽ ഇനിയും വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.